Hi everyone, I am Karthika Prakash from Nidus Academy. Today we can discuss a very important topic of the OET speaking, information giving. So let's get started. What is information giving? Information giving means we are explaining medical or healthcare related details to the patient in a clear, simple and structured way. So that includes diagnosis, treatment, procedures, medication and lifestyle advices. The very important thing that you need to keep it in your mind is patient is not a medical professional. So it is important that you need to maintain a very simple language while speaking to the patient. So next we can discuss the golden structure of information giving. So the first step is check patient's knowledge. So ഇവിടെ നമ്മൾ പേഷ്യൻറ്റിനോട് ഡയഗ്നോസിസ് ആയിക്കോട്ടെ, ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആയിക്കോട്ടെ, അഡ്വൈസസ് ആയിക്കോട്ടെ, പേഷ്യൻറ്റിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ പേഷ്യൻറ്റിന് ഓൾറെഡി ഇതിനെപ്പറ്റി എന്ത് അറിവുണ്ടെന്ന് നമ്മൾ മസ്റ്റായിട്ടും ചോദിച്ചറിഞ്ഞിരിക്കണം. സോ വി ഹാവ് ടു ആസ്ക് ദ എക്സിസ്റ്റിംഗ് നോളജ് ഓഫ് ദ പേഷ്യൻറ്റ്. സോ അതിന് സിമ്പിളായിട്ട് 2 ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്കത് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ദിസ്? ഓർ കെൻ യു ടെൽ മീ വാട്ട് യു ഓൾറെഡി നോ അബൌട്ട് ദിസ്? സ്റ്റെപ്പ് 2 ഇസ് ഗീവ് ഇൻഫോർമേഷൻ ഇൻ എ സ്മോൾ ചങ്ക്സ്. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും മൾട്ടിപ്പിൾ ആയിട്ട് പേഷ്യൻറ്റിന് കൺഫ്യൂഷൻ വരുത്തുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലും ഇടയ്ക്കിടയ്ക്ക് പോസ് കൊടുത്ത് പേഷ്യൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എക്സ്പ്ലോർ ചെയ്ത് മാത്രമായിരിക്കണം നമ്മൾ ഇൻഫർമേഷൻ പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത്. ആൻഡ് ദ സ്റ്റെപ്പ് 3 ഈസ് യൂസ് നോൺ മെഡിക്കൽ ലാംഗ്വേജ്. സോ നമുക്കറിയാം OET റോൾ പ്ലേയിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. എന്നിരുന്നാലും നമ്മൾ ചെയ്യേണ്ടത് മെഡിക്കൽ ടേംസിനെ നോൺ മെഡിക്കൽ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്തായിരിക്കണം പേഷ്യൻറ്റിനോട് നമ്മൾ സംസാരിക്കേണ്ടത്. ബിക്കോസ് ഐ ഓൾറെഡി എക്സ്പ്ലെയിൻ പേഷ്യൻറ്റ് ഈസ് നോട്ട് എ മെഡിക്കൽ പ്രൊഫഷണൽ. ഫോർ എക്സാമ്പിൾ, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നതിന് പകരം ഹൈ ബ്ലഡ് പ്രഷർ എന്നും അനാൾജസിക്സ് എന്നുള്ളതിന് പെയിൻ കില്ലേഴ്സ് എന്നും അല്ലെങ്കിൽ ആൻറ്റികൊയാഗുലൻസ് എന്നുള്ളതിന് ബ്ലഡ് തിന്നേഴ്സ് എന്നിങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. സോ ഏതൊരു മെഡിക്കൽ ടേം ആണെങ്കിലും അത് നോൺ മെഡിക്കൽ ടേം ആയിട്ട് കൺവേർട്ട് ചെയ്ത് വേണം നമ്മൾ പേഷ്യൻറ്റിനോട് സംസാരിക്കാനായിട്ട്. ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് ഇസ് ചെക്ക് അണ്ടർസ്റ്റാൻഡിങ്. സോ ഹിയർ ഓരോ കാര്യങ്ങളും നമ്മൾ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുത്തതിന് ശേഷം വി ഹാവ് ടു ആസ്ക് എ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ. ബിക്കോസ് നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പേഷ്യൻറ്റിന് മനസ്സിലാക്കി എന്നറിയാനുള്ള ഒരേ ഒരു വഴി ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ്. സോ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം, ഫോർ എക്സാമ്പിൾ, ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്, ആർ യു ക്ലിയർ വിത്ത് മൈ വേർഡ്സ്, ഐ എം മേക്കിംഗ് മൈസെൽഫ് ക്ലിയർ ടു യു എന്നുള്ള ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ശേഷം മാത്രം അടുത്ത ടോപ്പിക്കിലോട്ട് നിങ്ങൾ ഡിവിയേറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ഗോൾഡൻ സ്ട്രക്ചർ ഓഫ് ദി ഇൻഫർമേഷൻ ഗിവിംഗ്. സോ ഇതിന് ശേഷം നമുക്ക് സ്റ്റുഡൻസ് കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് നോക്കാം. The first one is giving too much information. ഒരു കാര്യത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാതെ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ അത് സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്ത് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് പേഷ്യൻറ്റിനെ കൺഫ്യൂസ് ചെയ്യിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ്, ട്രീറ്റ്മെൻറ്റ്സ് എന്നിങ്ങനെ പല കാര്യങ്ങളാണ് നിങ്ങൾക്ക് പേഷ്യൻറ്റിനോട് പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലിങ്കിങ് വേർഡ്സ് വെച്ച് പേഷ്യൻറ്റിന് ഇൻഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ഫൈനലി എന്നുള്ള ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേഷ്യൻറ്റിനോട് സംസാരിക്കാവുന്നതാണ്. ദ സെക്കൻഡ് മിസ്റ്റേക്ക്, യൂസിങ് മെഡിക്കൽ ടേം. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു കാരണവശാലും പേഷ്യൻറ്റിനോട് മെഡിക്കൽ ടേംസ് യൂസ് ചെയ്ത് സംസാരിക്കാനായിട്ട് പാടില്ല. ആൻഡ് ദ തേർഡ് മെയിൻ മിസ്റ്റേക്ക് ഈസ് നോട്ട് മെയിൻറ്റെയിനിങ് ദ ടോൺ. സോ നമ്മൾക്കറിയാം, നമ്മൾ പേഷ്യൻറ്റിനോട് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ടുള്ള പേഷ്യൻറ്റിനോട് ഡയഗ്നോസിസ് റിവീൽ ചെയ്യുന്നത് പോലെ ആയിരിക്കണം എന്നില്ല ഒരു ഫൈനൽ സ്റ്റേജ് ക്യാൻസർ ആയിട്ടുള്ള പേഷ്യൻറ്റിനോട് ഡയഗ്നോസിസ് റിവീൽ ചെയ്യുന്നത്. സോ ഇത് ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ടോണ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് വഹിക്കുന്നുണ്ട്. സോ അപ്പം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടോൺ ആൻഡ് റിതം മെയിൻറ്റെയിൻ ചെയ്തായിരിക്കണം നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ടോപ്പിക്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.